ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 51 വരെയുള്ള വചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇന്ന് തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1942 ഒക്ടോബർ 31 പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് പാപ്പ ആഗോള സഭയിലെ മുഴുവൻ കുടുംബങ്ങളെയും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. പിന്നീട് 1944 മെയ് 4 അദ്ദേഹം വിമല ഹൃദയ തിരുനാൾ സഭ മുഴുവനിലും ആഘോഷിക്കുവാനും നിർദ്ദേശിച്ചു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ്. പരിശുദ്ധ അമ്മയുടെ ഓരോ ഹൃദയവിടിപ്പും ദൈവത്തോടുള്ള ആരാധനയായിരുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിൽ പറയുന്ന പോലെ, മാലാഖയുടെ വചനം ഹൃദയത്തിലും ശരീരത്തിലും സംശീകരിച്ച് പരിശുദ്ധ മറിയം ലോകത്തിന് നിത്യജീവൻ പ്രദാനം ചെയ്തു. പരിശുദ്ധ അമ്മ നമുക്കെന്നും കൂട്ടായി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സഹായവും സാന്നിധ്യവും നമ്മുടെയും ജീവിതത്തിലുണ്ട് എങ്കിൽ വലിയ സന്തോഷവും ദൈവാനുഗ്രഹമാണ് നാം അനുഭവിക്കുക. അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുക. പരിശുദ്ധ അമ്മ ചെല്ലുന്നിടത്തൊക്കെ സന്തോഷമാണ്, ദൈവാനുഗ്രഹമാണ്. സുവിശേഷം 12-ാം അധ്യായം 34-ാമത്തെ വാക്യം, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എപ്പോഴും ദൈവ സാന്നിധ്യമാണ്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, ദൈവ വചനമാണ്. പരിശുദ്ധ അമ്മ വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ അവിടെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ദൈവാനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മ വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ എലിസബത്ത് പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നത് എന്തൊരു ഭാഗ്യമാണ്. നീ എൻ്റെ കൂടെ ആയിരിക്കുന്നത് എന്തൊരു സന്തോഷമാണ്. അമ്മ അടുത്തുള്ളത് എന്തൊരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെയും കൂടെയുണ്ടെങ്കിൽ നമ്മുടെയും ജീവിതം ദൈവാനുഗ്രഹവും സന്തോഷവും നിറഞ്ഞതായി മാറും. വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്. വിയാനി പുണ്യവാളൻ ചെറുപ്പത്തിൽ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് പോകുമായിരുന്നു. വളരെ ക്ലേശകരമായിരുന്നു ജോലി. മാതാവിൻ്റെ തിരുസ്വരൂപമായിട്ടാണ് വിശുദ്ധൻ ജോലിക്ക് പോവുക. എന്നിട്ട് എന്തു ചെയ്യും? ഈ പണി ചെയ്യുന്നിടത്ത് മുൻപായി ഈ രൂപം വെക്കും. അത് നോക്കി പണി ആരംഭിക്കും. വൈകുന്നേരം ആരോഗ്യവാന്മാരെല്ലാവരെയും ജോലി വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇനിയും നമ്മുടെ ജീവിതത്തിനരികിലായി പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തെ നമുക്കും പ്രതിഷ്ഠിക്കാം. അമ്മയുടെ ഹൃദയമിടിപ്പുകളെയൊക്കെ ദൈവാരാധനയും നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമാണ്. ഹൃദയത്തിൻ്റെ നിറവിൽ നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.